നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിറ്റത് 6 ലക്ഷം രൂപ വരെ ഈടാക്കിയെന്ന് CBI. പേപ്പർ ചോർന്നത് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപ്. ഡാർക്ക് വെബിലും ടെലഗ്രാമിലുമടക്കം വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ വീണ്ടും അധിക്ഷേപിച്ച് കെ സുധാകരൻ. പിണറായി വിജയൻ ദുർഭൂതമെന്ന് പരാമർശം. തിരുത്തൽ തുടങ്ങേണ്ടത് പിണറായിയിൽ നിന്ന്. MV ഗോവിന്ദൻ പിണറായിയുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരനായി തരം താഴ്ന്നെന്നും സുധാകരൻ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തക്കാളിക്കും ബീൻസിനും പൊള്ളുന്ന വില. വിലക്കയറ്റത്തിന് കാരണം പുറത്തുനിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതെന്ന് കർഷകർ. സംസ്ഥാനത്ത് മഴ ശക്തം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച അതിശക്തമായ മഴ പ്രവചിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും പ്രതിഷേധം. മലപ്പുറത്തും കോഴിക്കോടും RDD ഓഫീസിലേക്ക് MSF മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പരിശോധന കർശനമാക്കിയിട്ടും റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾ തുടരുന്നു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. അപകടകരമായ യാത്ര മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ. നടപടി ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടമായത് നിരവധി ജീവനുകൾ. മുൻ വർഷങ്ങളിലെ ദുരന്തങ്ങളിൽ സർക്കാർ എന്ത് പഠിച്ചെന്നും കോടതി. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ദുരന്തത്തിൽ മരണം 50ആയി. യൂറോ കപ്പിൽ ഇന്ന് സ്ലോവാക്യ യുക്രൈൻ പോരാട്ടം. 9:30 ഓസ്ട്രിയ പോളണ്ടിനെ നേരിടും. ഫ്രാൻസും നെതർലാൻഡ്സും പുലർച്ചെ ഇറങ്ങും. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അർജന്റീനയ്ക്ക് ഇരട്ട ഗോൾ ജയം.